നടൻ ഉണ്ണി മുകുന്ദൻ തന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉണ്ണി മുകുന്ദൻ്റെ മാനേജർ വിപിൻ്റെ പ്രതികരണം അല്ലേ. നരിവേട്ട എന്ന സിനിമയെ പ്രശംസിച്ചതിനാണ് തന്നെ മർദ്ദിച്ചത്. കന്നഡ തറയിലിട്ട് ചവിട്ടി പൊട്ടിച്ചു. തുടർച്ചയായ സിനിമകളൊക്കെ പരാജയപ്പെട്ടതിൻ്റെ നിരാശയാണ് ഉണ്ണിക്കെന്നും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നുമൊക്കെ വിപിൻ ഇന്നലെ പറഞ്ഞതാണ്. വിപിൻ്റെ വാക്കുകളിലേക്കാണ് ആദ്യം. അല്ല, ഉണ്ണിമുകുന്ദൻ എന്നെ മർദ്ദിച്ചു. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്ന് താഴോട്ട് പാർക്കിങ്ങിലേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു, അസഭ്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ ശേഷം ഞാൻ അറിയിക്കാം. പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ 6 വർഷമായിട്ട് ഉണ്ണിയോട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ കുറേ ടീസിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ നിന്നത് ആക്ച്വലി. പക്ഷേ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറേ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിയുടെ പടങ്ങൾ മാർക്കോയ്ക്ക് ശേഷം പിന്നെ ഒരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. HLPB പരാജയപ്പെട്ടു. പുതിയ പടങ്ങൾ കിട്ടുന്നില്ല. പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗോകുലം മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു, അവർ പിന്മാറി. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്. ഇപ്പോൾ ഈ ഉണ്ണിമുകുന്ദൻ വധഭീഷണി മുഴക്കിയെന്ന FIR രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സൈഫുനീസയുണ്ട്. സൈഫുനീസ, ഗുഡ് മോർണിംഗ്. ഉണ്ണിയുടെ ഫ്രസ്ട്രേഷൻ മുഴുവൻ ഉണ്ണി തന്നെ തല്ലി തീർത്തു എന്നാണ് വിപിൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ FIR ഇട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് FIR പറഞ്ഞിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഉണ്ണി മുകുന്ദൻ ഇന്നലെ രാവിലെ 11:30 മണിക്ക് കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിലുള്ള DLF ഫ്ലാറ്റിന്റെ ബേസ്മെന്റിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചു എന്നുള്ളതാണ് വിപിൻ കുമാറിന്റെ മൊഴി. ഇന്നലെ രാത്രിയാണ് വിപിൻ കുമാർ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലെത്തി ഈ മൊഴി നൽകുന്നത്. പിന്നാലെ തന്നെ പോലീസ് FIR ഇടുകയും ചെയ്തു. FIRന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബേസ്മെന്റിലെത്തി വിളിച്ചു വരുത്തി മർദ്ദിച്ചു എന്നും കരണത്തടിച്ചു എന്നും കൂളിംഗ് ഗ്ലാസ് സൺഗ്ലാസ് നിലത്ത് ചവിട്ടി പൊട്ടിക്കുകയും ഒപ്പം തന്നെ നിന്നെ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തുകയും മറ്റ് അസഭ്യ വർഷങ്ങൾ നടത്തുകയും ചെയ്തു എന്നാണ് ഈ FIRൽ പറയുന്നത്. FIRൽ കൃത്യമായി പറയുന്നു ഉണ്ണി മുകുന്ദൻ ഈ പരാതിക്കാരനെതിരെ വധഭീഷണി മുഴക്കി എന്നുള്ളത്. ഒപ്പം തന്നെ മറ്റു വകുപ്പുകളും ഇപ്പോൾ ഉണ്ണി മുകുന്ദനെതിരെ ചുമത്തിയിരിക്കുകയാണ്. ആ വകുപ്പുകളുടെ വിശദാംശങ്ങളും വന്നിട്ടുണ്ട്. 115(2), 126(2), 296B, 351(2), 324(4), 324(5) അതായത് മുറിവേൽപ്പിക്കുക, ക്രിമിനൽ ഭീഷണി, തടഞ്ഞു വയ്ക്കുക, അസഭ്യം പറയുക തുടങ്ങിയ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ഉണ്ണി മുകുന്ദനെതിരെ ഇപ്പോൾ ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇന്ന് ഇൻഫോ പാർക്ക് പോലീസ് ഉണ്ണി മുകുന്ദനെ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം വിപിൻ്റെ മൊഴി മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകാനുണ്ട്. എന്തായാലും പുറമേ തന്നെ നമുക്ക് വിപിൻ്റെ ശരീരത്ത് ഈ മർദ്ദിച്ചതിൻ്റെ പാടുകൾ വ്യക്തമായിരുന്നു. ഇന്നലെ ദൃശ്യങ്ങളിൽ അത് നമ്മൾ കാണുകയും ചെയ്തതാണ്. വിപിൻ ഈ 6 വർഷമായി ഉണ്ണി മുകുന്ദനൊപ്പമുള്ളതാണ്. നേരത്തെ മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ണി മുകുന്ദനെ നല്ല അഭിപ്രായം നേടിയിരുന്നു. അത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ്. ഇപ്പോൾ 6 മാസം പിന്നിട്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒരു സിനിമയാണ് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. അത് ഈ അടുത്തിറങ്ങിയ ഫെബ്രുവരി 21 ഇറങ്ങിയ സിനിമയായിരുന്നു. അത് പക്ഷേ വലിയ രീതിയിൽ വിജയം കാണുകയോ അഭിപ്രായം നേടുകയോ ഒന്നും ചെയ്തില്ല. ഇതിൻ്റെ ഒരു വിഷമത്തിലാണ് ഉണ്ണി മുകുന്ദൻ ഇരിക്കുന്നതെന്നും ആ ഫ്രസ്ട്രേഷൻ മറ്റുള്ളവരോട് തീർക്കുകയാണ് എന്നുമാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത്. എന്തായാലും ഈ നരിവേട്ട എന്ന് പറയുന്ന ടൊവിനോ തോമസിൻ്റെ ചിത്രം തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടി മുന്നോട്ട് പോവുകയാണ്. ഈ സിനിമയ്ക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ നല്ല അഭിപ്രായമാണ്, നല്ല റിവ്യൂ ആണ് എന്ന് വിപിൻ കുമാർ റിവ്യൂ ഇട്ടതിന് പിന്നാലെയാണ് ഈ ഉണ്ണി മുകുന്ദനെ പ്രകോപിപ്പിക്കുകയും ഉണ്ണി മുകുന്ദനെ ഈ അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റിലെത്തി ആക്രമിക്കുകയും ചെയ്തതെന്നാണ് വിപിൻ കുമാർ പറയുന്നത്. എന്തായാലും ഈ കേസിൽ മറ്റു നടപടികളിലേക്ക് ഇൻഫോ പാർക്ക് പോലീസ് കടക്കുകയാണ്. ശരി സൈഫുനീസ. ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ്റെ മാനേജറുടെ പ്രതികരണം, അതിന് പിന്നാലെ വന്ന പോലീസ് നടപടികൾ ഒക്കെ വിശദീകരിക്കുകയായിരുന്നു സൈഫുനീസ. ഉണ്ണിക്കുണ്ടായ ഫ്രസ്ട്രേഷൻ ഉണ്ണി തന്നെ തല്ലിത്തീർത്തു എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും ഉണ്ണിയെ കുറ്റപ്പെടുത്തുന്നില്ല. അത് ഉണ്ണിയുടെ ഫ്രസ്ട്രേഷൻ അല്ലേ എന്ന് പറഞ്ഞ് സമാധാനിക്കുകയാണ് നല്ലവനായ മാനേജർ.